ചില കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ആ പറഞ്ഞ കാര്യമുണ്ടല്ലോ അത് നമ്മൾ കേൾക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരണം. അത് കേൾപ്പിച്ച് തന്നിട്ടാണ് അതിന് മറുപടി കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ആദ്യം നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ഓന് കൊടുക്കേണ്ട മറുപടിയും ബിരിയാണിയും ചോറും നെയ്ച്ചോറും ഒക്കെ നമുക്ക് കൊടുക്കാം. എന്തേ എന്നാ പോയിട്ട് വരി. നമ്മൾ ഈ കാണുന്നത് കാസർഗോഡ് സമസ്തയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന പ്രോഗ്രാമില് കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പങ്കെടുക്കുന്നതാണ്. അല്ല, നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും ഉയർത്തിപ്പിടിച്ച് നമ്മുടെ മലപ്പുറത്ത് നടന്ന മഹാമാഘ മഹോത്സവത്തിൽ എന്തുകൊണ്ടാ ഒരു കോൺഗ്രസ് നേതാവ് പോലും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്തത്? കോൺഗ്രസിന് ഒരു വിഭാഗത്തിന്റെ വോട്ട് മാത്രം. ഇവനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമൊന്നുമല്ലല്ലോ. ഫൈസൽ കാരാട്ട്, അതായത് സംഘികൾ കാഷ്ടിച്ചിട്ടിട്ട് പോയി കഴിഞ്ഞാൽ സംഘികൾ പറയണം ഫൈസലെ അത് അമൃതാണ്, വേണമെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ അത് കഴിച്ചു നോക്കിയിട്ട് അവന്മാരോട് പറയും അതെ അത് അമൃതാണെന്ന് പറയുന്ന ഒരു മൈരൻ. അത്രയാണ് ഇവനെ കുറിച്ച് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇവനെ കുറിച്ച് പറയാനൊന്നുമില്ല. ഇതാണ് ഇവന് പറ്റിയ ഒരു വിശേഷണം. അതിൽ മേലൊരു വിശേഷണം ഇവന് കൊടുക്കാനില്ല. ഇവൻ പറയുന്നത് കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ സമസ്തയുടെ പരിപാടിക്ക് പോയി. എടാ, കോൺഗ്രസിന്റെ നേതാക്കൾ മാത്രമല്ല, അതിന്റെ മുഖ്യാതിഥിയായിരുന്ന കേരളത്തിന്റെ അഭിവന്ദ്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. അപ്പൊ എല്ലാ രാഷ്ട്രീയക്കാരും അവിടെ സമസ്തയുടെ പരിപാടിക്ക് പോയി. ഇപ്പം പറയുന്നത് കുംഭമേളയ്ക്ക് എന്തേ ഇവരാരും പോവാത്തതാണ്. എടാ, കുംഭമേള മലപ്പുറത്ത് കൊണ്ട് നടത്തണമെന്നുള്ളത് ആരുടെ അജണ്ടയാണ്? സംഘപരിവാറിന്റെ ഒരു അജണ്ടയല്ലേ? ആ അജണ്ടയാണ് അവരവിടെ നടപ്പിലാക്കിയത്. ഇനിയിപ്പോ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അവർ പോവും. നല്ല രാഷ്ട്രീയക്കാര്, അല്ലെങ്കിൽ സംഘപരിവാർ ആശയമില്ലാത്ത, അല്ലെങ്കിൽ ആ സംഘപരിവാർ ആശയം പിൻപറ്റാത്ത ഇവരെ പോലുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരാരും പോവില്ല. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ വന്നവരെല്ലാവരും പച്ചയായ വർഗീയത പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണല്ലോ. കേരളത്തിൽ വേറെ എവിടെ വെച്ച് വേണമെങ്കിലും ഒക്കെ നടത്താം. പക്ഷേ ഈ കുംഭമേളയ്ക്ക് തിരഞ്ഞെടുത്തത് മലപ്പുറം ജില്ലയാണ്. അത് തന്നെ ഒരു വർഗീയപരമായിട്ടുള്ള ഒരിതാണ്. അതിന്റെ പിന്നിൽ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ ഫൈസലെ, നിന്നോട് പറയാനുള്ളത്, അവന്മാര് കാട്ടിച്ചിടുന്ന സാധനം ഒന്നും പറയാതെ എടുത്ത് തിന്നുക. അത് പുറത്തോട്ട് കക്കാൻ ശ്രമിക്കരുത്. ഇത്രേ നിന്നോട് പറയാനുള്ളത്. അതായത് തിന്നോ, പക്ഷെ അത് പുറത്തോട്ട് കക്കാൻ ശ്രമിക്കരുത്. കാരണം നിന്നെ പോലെ കാഷ്ടം തിന്നുന്നവരല്ല മലയാളികൾ. നീ ഒന്ന് പറഞ്ഞേ, ഈ കേരളത്തിലെ എത്ര ഹിന്ദു സഹോദരങ്ങളാണ് അതിൽ പങ്കെടുത്തത്? ആര് പങ്കെടുത്തു? ആരാ പങ്കെടുത്തത്? ആരും അങ്ങനെ അധികമാരും പങ്കെടുത്തില്ല. ഇനി പങ്കെടുക്കണ്ടെന്നും പറയുന്നില്ല, അത് ഒരു ആചാരം, ഓക്കെ. പക്ഷെ അതിലും വർഗീയവൽക്കരിക്കാൻ വേണ്ടി വരുന്ന നീ ഉണ്ടല്ലോ, നിന്നെ എന്താ പറയേണ്ടതെന്നറിയോ? ഞാൻ ആ പറഞ്ഞ സംഭവം തന്നെയാണ്. അവന്മാര് കാഷ്ടിക്കുന്ന സാധനം എടുത്ത് തൊണ്ട തൊടാതെ അണ്ണാക്കിൽ വിഴുങ്ങുക. ആ വിഴുങ്ങിയ സാധനം നമ്മുടെ മുന്നിലോട്ട് തുപ്പരുത്. അത്രേ നിന്നോട് പറയാനുള്ളൂ. കേട്ടാടാ നാറി.